നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം തരം പ്രാഥമിക പരീക്ഷയുടെ റിസൾട്ടുകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളായി. പ്രധാനപ്പെട്ടൊരു സംഭവവികാസം ഇന്നലെ ബിവറേജസ് LDCയുടെ റിസൾട്ട് വന്നു. ബിവറേജസ് LDCയുടെ കട്ട് ഓഫ് മാർക്ക് 80.33 ആയിരുന്നു. ലിസ്റ്റിൽ 36,955 പേർ ഉൾപ്പെട്ടു. സംസ്ഥാനതല ലിസ്റ്റായിരുന്നു. എന്തായാലും ലിസ്റ്റ് ഉൾപ്പെട്ടവർക്ക് അടുത്ത മെയിൻ പരീക്ഷയ്ക്കുള്ള വിജയാശംസകൾ. കട്ട് ഓഫ് മാർക്ക് അല്പം ഉയർന്നു പോയി എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. 80.33 എന്നുള്ളത് തീരെ ചെറിയ മാർക്കല്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ 80.33 ഉൾപ്പെടുന്ന 36,955 പേർ ഉണ്ട് എന്നുള്ളത് എത്രത്തോളം കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഫീൽഡിൽ എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. എന്തു തന്നെയായാലും 6.19 ലക്ഷം പേർ പരീക്ഷ എഴുതിയിട്ടാണ് ഈ പറയുന്ന 37,000-ഓളം പേർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവരെല്ലാവരും അടുത്ത മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. മെയ് മാസം 6-ാം തീയതിയാണ് ബിവറേജസ് LDCയുടെ മെയിൻ പരീക്ഷ നടക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ലിസ്റ്റാണ് കമ്പനി ബോർഡ് LGS. ജനുവരി 21 ഇതിൻ്റെ പ്രിലിംസിൽ വിജയിച്ചവരുടെ ലിസ്റ്റ് പുറത്തുവിട്ടു. കുറച്ച് കൂടുതൽ പേർ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു. 57,756 പേരാണ് കമ്പനി ബോർഡ് LGSൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് 75.5475 ആയിരുന്നു. 75.54 ആയിരുന്നു ഇതിൻ്റെ കട്ട് ഓഫ്. കഴിഞ്ഞ റാങ്ക് പട്ടിക വല്ലാതെ ചെറുതായി പോയി എന്നുള്ള പരാതികളുണ്ടായിരുന്നു. എന്തു തന്നെയായാലും ഒരുപാട് ആളുകളെ ഇപ്രാവശ്യം മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി ഉള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ 10 ജില്ലകളിലെ ലിസ്റ്റുകളെത്തി. 368/2021 ആയിരുന്നു അതിൻ്റെ കാറ്റഗറി നമ്പർ. അതിലെ കട്ട് ഓഫ് മാർക്ക് 64 മുതൽ 79 വരെയാണ്. പ്രധാനമായിട്ടും കഴിഞ്ഞ 10th പ്രിലിംസിൽ ഉൾപ്പെട്ടിരുന്ന ഈ 3 തസ്തികകളായിരുന്നു. ഒന്ന് ബിവറേജസ് LDC, രണ്ടാമത് കമ്പനി ബോർഡ് LGS, മൂന്നാമത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. ആദ്യത്തെ 2 സംസ്ഥാനതല പരീക്ഷകളായിരുന്നു. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ജില്ലാതല പരീക്ഷയായിരുന്നു. അതിലെ റിസൾട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുള്ള മറ്റ് പ്രധാന ലിസ്റ്റുകൾ, സെക്ഷൻ കട്ടർ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലേക്ക് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് 81.67 ആണ്. 137 പേർ ലിസ്റ്റിൽ ഇടം കൊണ്ടു. സെക്യൂരിറ്റി ഗാർഡ് അല്ലെങ്കിൽ വാച്ചർ കമ്പനി ബോർഡ് കോർപ്പറേഷൻ്റെ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് 17 ആയിരുന്നു. 886 പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 അഥവാ കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കുള്ള ഈ തസ്തികയിൽ 2,263 പേർ ഉൾപ്പെട്ടു. 66.46 ആയിരുന്നു അതിൻ്റെ കട്ട് ഓഫ്. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിലെ ജൂനിയർ അസിസ്റ്റൻ്റ് ലിസ്റ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. കട്ട് ഓഫ് 99.6 ആണ്. ഇതുവരെ റിസൾട്ട് വന്നതിലെ ഏറ്റവും ഉയർന്ന കട്ട് ഓഫാണ് ഇതിൽ. 99.6. 650 പേർ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ മേട്രൻ്റെ ലിസ്റ്റും വന്നിട്ടുണ്ട്. ഇതിൽ പരീക്ഷ എഴുതിയ എല്ലാവരും തന്നെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇതുകൂടാതെ പുറത്തു വന്ന മറ്റു പ്രധാനപ്പെട്ട ലിസ്റ്റുകളാണ് 408/2021 കാറ്റഗറി നമ്പറായ ഡിപ്പോ വാച്ചർ അല്ലെങ്കിൽ റിസർവ് വാച്ചർ. ഇതിൻ്റെ കോഴിക്കോട് ജില്ലയിലെ കട്ട് ഓഫ് 46.56 ആണ്. കാസർഗോഡ് ജില്ലയിലെ കട്ട് ഓഫ് 21.72. കണ്ണൂർ ജില്ലയിലേത് 35.60. ഹവീൽദാർ ആംഡ് പോലീസ് ബറ്റാലിയൻ അതിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. ST തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് 20.26 ആണ്. 410/2021 സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് STക്കുള്ളതാണ്. പത്തനംതിട്ട ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് 6.2 ആണ്. വയനാട് ജില്ലയിലേത് 28.3. മറ്റൊരു പ്രധാനപ്പെട്ട ലിസ്റ്റ് ലാബറട്ടറി അസിസ്റ്റൻ്റ് മലപ്പുറം ജില്ല 409/2021 സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് SC STക്കാണ്. അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് 81.06 ആണ്. ക്ലർക്കിൽ 370/2021 സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് STക്കുള്ളത് 40.72. സെക്യൂരിറ്റി ഗാർഡ് തിരുവനന്തപുരം 262/2021 32.67 ആണ് കട്ട് ഓഫ്. പ്രധാനമായിട്ടും ഇത്രയും ലിസ്റ്റുകളുടെ റിസൾട്ടാണ് വന്നത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ഇതിലും ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതിയിട്ടുള്ള പരീക്ഷ ബിവറേജസ് LDC, കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ഇത്രയും പരീക്ഷകളാണ്.
ഇനി വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ഏതാനും ജില്ലകളിലും കൂടി വരാനുണ്ട്. ബാക്കി ഒരുവിധം കാര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും മെയിൻ പരീക്ഷയ്ക്കുള്ള വിജയാശംസകൾ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.